എന്താണ് നിങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള കാരണം? സന്തോഷത്തിന്. ഇലക്ഷൻ എങ്ങനെ പോകും? ഇലക്ഷൻ ഓക്കെ, നിൽക്കി നോക്കളെ നിങ്ങൾ അത് സ്റ്റഡി ആളെ ഒന്ന് ചേർന്ന് നിന്ന് നോക്കളെ. നിങ്ങളുടെ വീഡിയോ എടുക്കട്ടെ, നിങ്ങൾ എല്ലാവരുടെയും വീഡിയോ വരണം. നിങ്ങൾ മാറും മക്കളെ. ഇങ്ങനെ കാണിക്കാൻ വരിയായിട്ടിരിക്കും ബോയ്സ്. വീട്ടിലേക്ക് വല്ല ചോദിക്കാനുള്ള ചോദിച്ചോ. മക്കളെ അത് ചാനലിൽ വരുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ സ്ഥാനാർത്ഥികളെ കുറിച്ചും നിങ്ങളുടെ പ്രതീക്ഷകളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മതി. സ്ഥാനാർത്ഥി കൊള്ളാമോ, ജയിക്കണോ, അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. അത് ചാനലിൽ വരുമ്പോൾ പറയാനുള്ള. ഓക്കെ, നിങ്ങൾ ചോദിക്കും. നിങ്ങൾ മാറും, നിങ്ങളായിട്ട് ഇപ്പുറത്ത് വാ. പറഞ്ഞോ. ഓക്കെ മക്കളെ, ഇവിടെ ഇവരോട് ചോദിക്കണേ. ബാക്കി ചോദിച്ചില്ലല്ലോ. വാ അല്ല വാ. ഓക്കെ, വീഡിയോ എടുക്കാം. ഇത് എവരോട് ചോദിക്കണേ. ഇവിടെ തൊട്ട് അങ്ങോട്ട് ചോദിക്കണേ. ഓക്കെ, ഒരു സ്ഥാനാർത്ഥി നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് സ്ഥാനാർത്ഥിയോട് ചോദിക്കാം എന്താണ് ഈ അഭിപ്രായം, നിങ്ങൾക്ക് എന്താണ് ഈ അഭിപ്രായം ഈ യൂത്തിനെ കുറിച്ച്? നിങ്ങൾക്ക് ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
എല്ലാ വോട്ടർമാരും കനത്ത ഈ മഴയത്തും വെയിലത്തും ഒഴുകി വന്ന ജനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. മഴയൊന്നും വെയിലൊന്നും ഒന്നും ഇല്ലാതെ സമാധാനത്തോട് പോകും. നാലുപേരും കനത്ത വിജയികളാണെന്ന് തോന്നുന്നു. താങ്കൾ വോട്ട് ചെയ്ത ആൾ ഉറപ്പായിട്ട് ജയിക്കുന്ന ഉറപ്പാണ്. വോട്ടിങ്ങിന് എന്തെങ്കിലും ഹരിതാപൂത്താണ് 4 സ്ഥാനാർത്ഥിയാണ് കൊടുക്കുന്നത്. മഴ തുറന്നമല്ല നിങ്ങൾ വിജയം കൈവരിക്കുമെന്നാണ്. ഈ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ സ്ഥാനാർത്ഥിയായാൽ എന്തൊക്കെ ചെയ്യും? വരുമെന്ന് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ വോട്ടിംഗ് അനുകൂലമായിട്ട് വരിക. ഇത്രയും കനത്ത മഴയത്തും ജനങ്ങൾ ഒഴുകി വന്നത് നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് ജയിക്കുമല്ല. ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ഉപകാരം ചെയ്തു? ക്ലാസ് അച്ചടക്കത്തോട് കൊണ്ടുപോകുകയും എല്ലാവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും എന്ത് കമ്പനികളിലും അവർക്ക് എന്നോട് ധൈര്യമായിട്ട് വരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥികൾ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അതിനകത്ത് നിങ്ങൾ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്? എനിക്ക് ഈ ക്ലാസ് നല്ലപോലെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ക്ലാസ്സിനെ പങ്കെടുപ്പിക്കാനും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ ക്ലാസ്സിന് എല്ലാ ക്ലാസ്സിനും മികച്ചതായിട്ട് നിങ്ങൾക്ക് ഈ മികച്ചവൻ ആരാണ് ഇതിനെ പ്രോത്സാഹനം തന്നത്? ജനങ്ങളാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വോട്ടിനെ കുറിച്ച്? നിങ്ങളിപ്പോൾ പറഞ്ഞത് ഒരു നിങ്ങളുടെ വിജയം ഉറപ്പ്. ഈ വിജയം അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടുത്തതിന് നമ്മൾ മത്സരിക്കും അല്ലേ? ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ക്ലാസ്സിലെ കുട്ടികളുടെ കൂടെ നിശബ്ദത പാലിക്കും, അച്ചടക്കം പരാതികളെല്ലാം നിങ്ങൾ കേൾക്കും, അത് പരിഹരിക്കും. നിങ്ങൾ എല്ലാവരും പരാതികൾ കേട്ടിട്ടാണോ പരിഹാരം ഉണ്ടാക്കുന്നത്? ആരെയും തള്ളി മാറ്റി നിർത്തുന്നില്ല. ഞങ്ങളുടെ പിന്താങ്ങിയാണ് ഇത്രയും ശക്തമായി പോകാൻ നിങ്ങളെ എത്ര ഫീമെയിൽ വോട്ടേഴ്സ് ഉണ്ട് ഇതുവരെ? എത്ര ശതമാനം വോട്ടേഴ്സിനെ കുറിച്ച് അറിയാം? എത്ര പ്രായമായവർക്ക് രണ്ടാമതൊരു വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അമ്മയെങ്കിലും റൂമുണ്ട്. ശിശു സൗഹൃദ ബൂത്താണ് അല്ലേ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. മെഷീൻസ് ഒക്കെ പ്രോപ്പറായിട്ട്. ഇത് ശിശു സൗഹൃദ ബൂത്താണ്. ബൂത്ത് നമ്പർ 117 എന്ന് പറയുന്നത്, പട്ടാഴി 6-ാം വാർഡ്. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ക്യൂസ് എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മെഷീൻസ് ഇതുവരെ മിസ്ബിഹേവ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള റിപ്പോർട്ട്സ് ഒന്നും ഇതുവരെ നമ്മുടെ ഏരിയയിൽ നിന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ എന്നോട് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ വോട്ടേഴ്സ് പക്ഷേ കുറവാണ്. വോട്ടിംഗ് ഇത്തിരി മന്ദഗതിയിലാണെന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയത്. താങ്ക് യു.